ഗായ്സ് ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ചെറുതായിട്ടൊരു ആഘോഷമൊക്കെ ആക്കാമെന്ന് കരുതി. സാധാരണ എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും ഏട്ടൻ പണിസ്ഥലത്താണ് ഉണ്ടാവാറ്. അപ്പം ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ഇവിടെ ഉണ്ട്. ഈ വെഡിങ് ആനിവേഴ്സറി ഞങ്ങളെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ആഘോഷം ആക്കാമെന്ന് കരുതി. വേറെ ആരും ഇല്ല കേട്ടോ, ഞങ്ങൾ മാത്രം, ഞാനും ഏട്ടനും മക്കളും. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു വീട്ടിൽ നിന്ന് എപ്പോഴും വീട്ടിൽ ഞാൻ കേക്ക് ഉണ്ടാക്കാറുണ്ട്, മുറിക്കാറുണ്ട്. അതിനെക്കാട്ടി നല്ല എന്നാൽ പുറത്ത് പോയിട്ട് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ചെറിയൊരു കേക്ക് വാങ്ങിച്ചു. പിന്നെ അതിൽ പേരൊക്കെ എഴുതി. അച്ഛൻ അമ്മ എന്നാട്ടോ എഴുതിയത്. മക്കൾ തരുന്ന പോലെ ആയിക്കോട്ടെ എന്ന് കരുതി. അതുകൊണ്ടാണ് അച്ഛൻ അമ്മ എന്ന് എഴുതിയത് കേട്ടോ. അങ്ങനെ നേരെ കേക്കുമായിട്ട് വിട്ടത് കനാലിയിലേക്കായിരുന്നു കേട്ടോ. കനാലി വരുന്നത് കല്ലമ്പാറയാണ് കേട്ടോ. എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ. ആദ്യമായിട്ട് ഞങ്ങളിവിടെ പോയത് മോൻ്റെ ബർത്ത്ഡേക്ക് ആയിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ കേക്കൊക്കെ വീട്ടിൽ നിന്നാണ് കേട്ടോ മുറിച്ചത്. അന്നാണ് ആദ്യമായിട്ട് ഇവിടെ വന്നതും എന്താ പറയുക അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. അന്നത്തെ ഫുഡൊന്നും അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ കഴിച്ച ഈ ഫുഡ് അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ബിരിയാണി ആയാലും മന്തി ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയാമെന്നുള്ളത്, നല്ലതാണെങ്കിലല്ലേ നല്ലതാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നല്ല ഫുഡാണ് കേട്ടോ അവിടെ ഉള്ളത്. എന്തായാലും ഈ പുഴയുടെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് കുറച്ച് സാഹിത്യമൊക്കെ കണ്ട് ചേർത്തതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നു. ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഏട്ടൻ്റെ ഫോണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഒരു ഫോൺ ഗിഫ്റ്റ് കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മുടെ ഓപ്പോയുടെ F29 ആണ് കേട്ടോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഏട്ടൻ തന്നിട്ടുള്ളത് ഒരു സ്മാർട്ട് വാച്ചാണ് കേട്ടോ. എന്തായാലും അടിപൊളി ഒരു സ്മാർട്ട് വാച്ച് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോഴേക്കും ഇതാ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി ആയിരുന്നു. ഏട്ടനും മോളും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അവർക്ക് മന്തി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും മോനും ഹണി മന്തി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ രണ്ടാളുടെ ഫുഡായിരുന്നു കേട്ടോ ആദ്യം തന്നെ എത്തിയത്. പിന്നെ വന്നത് ഞങ്ങളുടെ ഹണി ചിക്കനും വന്നിട്ടുണ്ട്. പക്ഷേ റൈസ് വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവരും മറന്നു പോയതാണ്. അവർ വിചാരിച്ചത് അൽഫാം മാത്രമാണ് ഓർഡർ ചെയ്തതെന്നാണ് കേട്ടോ. പിന്നെ അവരതൊക്കെ കൊണ്ടു തന്നു. അൽഫാം മന്തി റൈസൊക്കെ ഞങ്ങൾക്ക് കൊണ്ടു തന്നു. റൈസ് വരണവരെ അവിടുത്തെ മയോണൈസ് ടേസ്റ്റ് ചെയ്യലായിരുന്നു കേട്ടോ മോൻ്റെ പ്രധാന ഹോബി. എന്തായാലും ഞങ്ങൾക്ക് റൈസ് വരുന്നതിൻ്റെ മുന്നേ തന്നെ അച്ഛനും മോളും നല്ല തട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടൻ്റെ ബിരിയാണിയൊക്കെ പ്ലേറ്റിലിട്ടു. മോനൊരു ഉരുള വാരിക്കൊടുത്തു. പിന്നെ മോന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ അടുത്താൾക്ക് പരാതിയായിരിക്കും കേട്ടോ. എപ്പോഴും പരാതിയാണ്, ഏട്ടന് മാത്രം അച്ഛൻ കൊടുക്കും, എനിക്ക് തരില്ല എന്നൊക്കെ ഭയങ്കര പരാതിയാവും കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം ഒരു ഉരുളെടുത്ത് ചെറിയാക്കും വാരി കൊടുത്തു കേട്ടോ. അപ്പോൾ ചെറിയാക്ക് വാരി കൊടുത്താൽ അവിടെ ഏറ്റവും വലിയ മൂത്ത കുട്ടിയായി ഞാനവിടെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കുറേ ഒച്ചയൊക്കെ ഉണ്ടാക്കി. എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് ഒരു ഉരുളെടുത്ത് എനിക്കും വാരി തന്നു കേട്ടോ. അതങ്ങനെയാണ് കേട്ടോ. അവിടെ രണ്ടാക്കും കൊടുത്താൽ പിന്നെ എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് പരാതിയാവും ഏട്ടൻ നന്നായിട്ടറിയാം. അതുകൊണ്ട് എനിക്കും കൂടെ വാരി തന്നു കേട്ടോ. അങ്ങനെ ഒരു രണ്ടാളും കഴിക്കാൻ തുടങ്ങി. ലാസ്റ്റ് ഞങ്ങളെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.